ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കോമ്പസ് സർവേ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തിയറി പോർഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അതെന്ന് പറയുന്നത് മാഗ്നെറ്റിക് ഡിപ്പ് ആൻഡ് ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ +1-ലോ +2-ലോ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, മാഗ്നറ്റിക് ഡിപ്പ് ആൻഡ് ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ശരി, എന്താണ് നമുക്ക് ഡിപ്പെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ എർത്ത്, ഇതാണ് എൻ്റെ എർത്ത്. ഓക്കെ, എർത്തിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് കാണിക്കുന്നു. ഓക്കെ, എർത്തിനൊരു മാഗ്നറ്റിക് സൗത്തും ഉണ്ട്, മാഗ്നറ്റിക് നോർത്തും ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് എങ്ങനെ പോകുന്നു, ദേ ഇങ്ങനെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്നു. ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ്. ഓക്കെ, കുറച്ച് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ വന്ന് നോർത്തിലേക്ക് ചേരുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, സൗത്തിൽ നിന്നും നോർത്തിലേക്ക് പോകുന്നു, സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. ഇതെന്താണ്, ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ചിട്ടാണ് എന്ത് വരുന്നത്, നമുക്ക് നമ്മുടെ മാഗ്നറ്റ് ഡയറക്ഷൻ തരുന്നത് അല്ലേ, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് എങ്ങോട്ട് നോക്കിയിരിക്കും, നമ്മുടെ ഭൂമിയുടെ ഈ ലൈൻ ഓഫ് ഫോഴ്സിന് പാരലായിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ, ഈ ലൈൻ ഓഫ് ഫോഴ്സിന് പാരലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ ഈ പോർഷൻ സെൻറ്റർ പോർഷൻ, ഇതെന്താണ്, ഇക്വേറ്റർ അല്ലേ, ഇക്വേറ്റർ പോർഷനാണ്. ഓക്കെ, ഇക്വേറ്റർ പോർഷനിലാണ് ഞാനൊരു മാഗ്നറ്റ് കൊണ്ട് വെക്കുന്നതെങ്കിൽ നോക്കി, മാഗ്നറ്റ് എപ്പോഴും എന്ത് ചെയ്യും, ഭൂമിയുടെ ലൈൻ ഓഫ് ഫോഴ്സ് അല്ലേ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത്. സോ ആ ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റ് എപ്പോഴും നിൽക്കുക. ഞാൻ ഇവിടെ കൊണ്ടുവച്ചാലും എന്ത് സംഭവിക്കും, മാഗ്നറ്റ് അതേ ഡയറക്ഷനിൽ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, 3D ആയതുകൊണ്ട് വരയ്ക്കാത്തതാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, മാഗ്നറ്റ് കൊണ്ടുവച്ചാൽ അത് ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. കാരണം എന്താ, മാഗ്നറ്റിനെ ഈ ലൈൻ ഓഫ് ഫോഴ്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഈ ഇക്വേറ്ററിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സിന്റെ പ്രത്യേകത എന്താ, ഈ ഇക്വേറ്ററിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിന് പാരലലായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്ക് എർത്ത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത്. എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത്. നോർത്തിൽ നോക്കിയേ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, കൺവെർജ് ചെയ്യുന്നത് അല്ലേ, ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് ഇവിടേക്ക് കൺവെർജ് ചെയ്യുന്നത്. പക്ഷേ അതിങ്ങനെ പോയി വന്ന് നമ്മുടെ ഇക്വേറ്ററിൻ്റെ പോർഷനിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് നമ്മുടെ എർത്ത് സർഫസിന് പാരലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിൽ നിൽക്കുന്ന ഒരാൾ, ഇത് ഇക്വേറ്റർ ആണ്, ഇക്വേറ്ററിൽ നിൽക്കുന്ന ഒരാൾ അയാളുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടെങ്കിൽ അത് ഭൂമിക്ക് പാരലലായിരിക്കും, എർത്ത് സർഫസിന് എന്തായിരിക്കും, പാരലലായിരിക്കും. എന്തുകൊണ്ടാ നോക്കിയേ, ഇക്വേറ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ പാരലലായിരിക്കും. ഓക്കെ, ഇത് നോർത്ത് മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും അല്ലേ, നോർത്ത് മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും. അതായത് ഞാൻ ഇക്വേറ്ററിലാണ് എൻ്റെ കോമ്പസ് കൊണ്ട് വയ്ക്കുന്നതെങ്കിൽ ഇക്വേറ്ററിൽ കോമ്പസ് കറക്റ്റ് ഹൊറിസോണ്ടലായി നിൽക്കും, ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ്, ഇതുവഴി പോകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസിന് പാരലായിരിക്കും, അതേ ലൈനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, എൻ്റെ മാഗ്നറ്റിക് നീഡിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ശരി, ഇനി ഞാൻ നോർത്ത് മുകളിലേക്ക് നോക്കാം. നോക്കിയേ, നോർത്തിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഭൂമിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. കാരണം ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമുക്ക് എവിടെ, നോർത്തിലേക്കാണ് ചെന്ന് കൺവെർജ് ചെയ്യാനുള്ള അല്ലേ, ചെന്ന് കയറാനുള്ള. സോ ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും, നമ്മുടെ നോർത്ത് ഭൂമിയിലേക്ക്
നോക്കി നിൽക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നോർത്ത് ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കും. അതുപോലെ കറക്റ്റ് നോർത്ത് പോളിന് മുകളിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് ഈ നോർത്തിലേക്ക് നോക്കി നിൽക്കും. കാരണം എന്താ? എപ്പോഴും മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിലായിരിക്കും. സോ ഇക്വേറ്ററിന് മുകളിലുള്ള നോർത്ത് പോളിൽ അല്ലെങ്കിൽ ഇക്വേറ്ററിന് മുകളിലുള്ള പോർഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന് മുകളിലുള്ള എവിടെ? നോർത്ത് ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ അവിടെ നിൽക്കുന്ന എൻ്റെ കയ്യിലെ മാഗ്നറ്റ് ഭൂമിയിലേക്കൊരൽപ്പം ചരിഞ്ഞു നിൽക്കും. ഓക്കെ, ഇക്വേറ്ററിന്റെ മുകളിലാണെങ്കിൽ താഴേക്ക് എൻ്റെ നോർത്ത് എന്ത് ചെയ്യും? പോയിന്റ് ചെയ്യും. കാരണം എന്താ? മുകളിൽ ചെല്ലുമ്പോൾ, നോർത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കറക്റ്റ് നോർത്തിലേക്ക് നോക്കി നിൽക്കണം. ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഇങ്ങനെ ചരിഞ്ഞ് നേരെ മുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്താ? നേരെ താഴേക്ക് നോക്കി നിൽക്കാനുള്ളതാണ്. സോ ഇവിടെ പാരലാണെങ്കിൽ ഭൂമിയിലേക്ക് നോക്കി മേലിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഭൂമിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റ് ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർട്ടിക്കൽ ആംഗിൾ ആണ്. വെർട്ടിക്കൽ ആംഗിൾ മെയ്ഡ് ബൈ മാഗ്നറ്റിക് നീഡിൽ. വെർട്ടിക്കൽ ആംഗിൾ മെയ്ഡ് ബൈ മാഗ്നറ്റിക് നീഡിൽ. ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഡിപ്പ് അറ്റ് ഇക്വേറ്ററിൽ എന്താ? നമ്മുടെ മാഗ്നറ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഡിപ്പ് അറ്റ് ഇക്വേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രിയാണ്. അതുപോലെ ഡിപ്പ് അറ്റ് നോർത്ത് പോൾ അല്ലെങ്കിൽ നോർത്ത് പോൾ നോക്കാം. നോർത്ത് പോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കിയേ, നോർത്ത് പോളിൽ ചെന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നോർത്ത് പോളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആൾ ഒരു മാഗ്നറ്റ് കയ്യിൽ വെച്ചാൽ അത് എവിടേക്ക് നോക്കി നിൽക്കും? അത് നോർത്ത് പോളിലേക്ക് നോക്കി നിൽക്കും അല്ലേ? നോർത്ത് പോളിൽ നിന്നിട്ടാണ് ഞാൻ മാഗ്നറ്റ് വെക്കുന്നതെങ്കിൽ അത് കെട്ടിയിട്ടാൽ ഇങ്ങനെ നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ ഇങ്ങനെ നിൽക്കില്ല. പകരം ഇതാണ് അതിൻ്റെ നോർത്തെങ്കിൽ നോർത്തിലേക്ക് നോക്കി നിൽക്കും. കാരണം എന്താ? നോർത്ത് സൈഡിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് സർഫസ് ആണ്. ഓക്കെ, ഇങ്ങനെ നിൽക്കും. മാഗ്നറ്റിക് നോർത്തും നമ്മുടെ ഭൂമിയുടെ നോർത്തും അങ്ങനെ നിൽക്കും. ഓക്കെ, സോ നമ്മുടെ നോർത്ത് പോളിൽ ഡിപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ ഡിപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടെ 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലുള്ളൊരു വാല്യൂ ആയിരിക്കും. നോക്കിയേ, 0യിൽ ഇവിടെ നിൽക്കുന്നു, ഇവിടെ എത്തുമ്പോൾ 90 ആവണം. സോ ഗ്രാജുവൽ വേരിയേഷൻ. സോ 0 to 90 ഉള്ളൊരു വാല്യൂ ആയിരിക്കും. ഇതേ കാര്യം തന്നെ നോക്കിയ സൗത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നോർത്തിലേക്കാണ് ഇവിടെ നിന്ന് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത് അല്ലേ? സോ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോർത്ത് എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്? ഈ കൺവെർജ് ചെയ്ത് പോകുന്ന ലൈനിന് പാരലായിട്ടല്ലേ? അല്ലെങ്കിൽ അതേ ലൈനിൽ ഫോളോ ചെയ്യും അല്ലേ? സോ സൗത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് എൻ്റെ നോർത്തെങ്കിൽ സൗത്തിൽ ചെല്ലുമ്പോൾ അതെന്ത് ചെയ്യും? എൻ്റെ മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റ് പെർപെൻഡിക്കുലറായി മുകളിലത്തെ ഭൂമിയുടെ നോർത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കും. സോ നമ്മളിവിടെ പറയുന്നു ഡിപ്പ് അറ്റ് സൗത്ത് പോൾ. നോക്കിയേ, നോർത്ത് പോളിൽ നേരെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ നോർത്ത് പോളിൽ നേരെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ സൗത്ത് പോളിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ അത് ഓപ്പോസിറ്റ് ആവും. സോ ഇവിടെ നമ്മൾ എന്ത് പറയുന്നു? -90 ഡിഗ്രി എന്ന് പറയുന്നു. അറ്റ് നോർത്ത് പോൾ അതെങ്ങനെ? അറ്റ് സൗത്ത് പോളിൽ എത്രയാണ്? -90 ഡിഗ്രി. എങ്ങനെയാത്? ഇവിടെ ഒരാളുണ്ട്. ആ ആളിൻ്റെ കയ്യിലിരിക്കുന്ന കോമ്പസിന്റെ നോർത്ത് എങ്ങോട്ട് കാണിക്കുന്നത്? നേരെ മുകളിലേക്ക് കാണിക്കും. സോ ഇതിനെ എന്തെന്ന് പറയുന്നു? ഇതും ഒരു ആംഗിൾ തന്നെയാണ്. ഈ ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? -90 ഡിഗ്രി എന്ന് പറയും. ഓക്കെ, -90 ഡിഗ്രി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിപ്പ് അറ്റ്
ഡിപ്പ് അറ്റ് സൗത്ത് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്ത് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 0ക്കും -90ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. മൈനസ് ആണെന്ന് കാണിക്കുന്നത് ആ നോർത്ത് നേരെ മുകളിലേക്ക് നിൽക്കുന്നു. സാധാരണ നോർത്ത് എവിടെ? നോർത്തിലേക്ക് നോക്കി നിൽക്കാനുള്ളതാണല്ലേ. സൗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നേരെ എന്ത് ചെയ്യുന്നു? അത് മുകളിലേക്ക് നോർത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. സോ ആ ഒരു വേരിയേഷൻ കാണിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് സൈൻ കൊടുക്കുന്നു. ഇതാണ് എന്ത്? ഡിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഡിപ്പ്. അപ്പൊ ഡിപ്പ് എന്ത് സംഭവിക്കുന്നു? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഡിപ്പ് എന്താണ്? വെർട്ടിക്കൽ ആംഗിൾ ആണ് നമ്മൾ പഠിച്ചല്ലേ. വെർട്ടിക്കൽ ആംഗിൾ ആണെന്ത്? ഡിപ്പ്. വെർട്ടിക്കൽ ആംഗിൾ ആണെന്ത്? ഡിപ്പ്. നോക്കിയേ, ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാറിക്കൊണ്ടേ ഇരിക്കുന്നു, വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഭൂമിയിലെ ഞാൻ ഒരു പോർഷൻ എടുക്കുകയാണ്. ഭൂമിയിലെ ഒരു പോർഷൻ, ആ പോർഷനിൽ ഓരോ സ്ഥലത്തും ഡിപ്പ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഓരോ സ്ഥലത്തും എന്താണ്? ഡിപ്പ് ഡിഫറൻ്റ് ആണ്. ആ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്രേ വെർട്ടിക്കൽ ഉള്ളൂ. വേറൊരു സ്ഥലത്താണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തിരിഞ്ഞ് നിൽക്കും. വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടി താഴ്ന്നു നിൽക്കും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഡിഫറൻ്റ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? ഡിപ്പ് ഈക്വൽ ആയിട്ട് വരും അല്ലേ. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന ഡിപ്പുകളെ ചേർത്ത് ഞാനൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഈക്വൽ ആയിട്ട് വരുന്ന ഡിപ്പുകളെ ചേർത്തിട്ട് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനുകളെ പറയുന്ന പേരാണ് ഐസോക്ലീനിക് ലൈൻസ്. ഓക്കെ, ഐസോക്ലീനിക് ലൈൻസ്. എന്താ ഐസോക്ലീനിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ? ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ്. ഓക്കെ, ഐസോ ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? അക്ലീനിക് ലൈൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അക്ലീനിക് ലൈൻസ്. അതെന്താ? ലൈൻസ് ജോയിനിങ്, ഇമാജിനറി ലൈൻസ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് എ മീൻസ്, എന്റെ അർത്ഥം എന്താ? എ മീൻസ് ആബ്സെന്റ്. ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സീറോ ഡിപ്പ്. ഡിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ നിയർലി ഇക്വേറ്ററിൽ എന്താണ്? ഡിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ പോയിന്റിനെ, സീറോ ഡിപ്പുള്ള പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന വരേനെ പറയുന്ന പേരാണെന്ത്? അക്ലീനിക് ലൈൻസ്. ഓക്കെ, എന്താണ്? അക്ലീനിക് ലൈൻസ്. ഇത്രയാണ് നമുക്ക് എന്ത് ഡിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നോക്കാനുള്ളത്. ഓക്കെ, PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോർത്ത് പോളിലെ ഡിപ്പ് എത്രയായിരിക്കും, ഇക്വേറ്ററിൽ ഡിപ്പ് എത്രയായിരിക്കും, എന്താണ് ഡിപ്പ്, ഹൊറിസോണ്ടൽ ആംഗിൾ ആണോ വെർട്ടിക്കൽ ആംഗിൾ ആണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഡീൽ ചെയ്ത് എന്താണ്? ഡിപ്പ് അഥവാ വെർട്ടിക്കൽ ആംഗിളിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഓക്കെ, ഡിപ്പ് അഥവാ വെർട്ടിക്കൽ ആംഗിളിനെ കുറിച്ചാണ് നമുക്ക് ഡീൽ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഭൂമിയുണ്ട്. ഓക്കെ, ഭൂമിക്ക് ഒരു ട്രൂ നോർത്ത് അഥവാ ജോഗ്രഫിക്കൽ നോർത്ത് ഉണ്ട്, അതുപോലെ ഒരു ട്രൂ സൗത്ത് അഥവാ ജോഗ്രഫിക്കൽ സൗത്ത് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന വരയെ പറയുന്ന പേരാണെന്ത്? ട്രൂ മെറിഡിയൻ. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അതൊരിക്കലും മാറില്ല. നമ്മളെന്ത് ആസ്ട്രോണമിക്കൽ സർവേ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ സർവേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ എടുത്ത് ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്നു. അതൊരു നോർത്ത് കാണിച്ചു തരുന്നു. ആ നോർത്തിനെ ഞാൻ എന്തെന്ന് പറയുന്നു? മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നു. ഓക്കെ, മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നു. ഇതെന്താണ്? ട്രൂ നോർത്ത്. ഓക്കെ, ശരി. മാഗ്നറ്റിക് നോർത്ത്. നമ്മുടെ ഭൂമി ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഭൂമി, ഇതേ 3 ഭൂമി. ഓക്കെ, നമ്മുടെ ഭൂമി ഇവിടെ ഉണ്ട്. ഈ 3 ഭൂമിക്കും തുല്യമായിട്ടുള്ളത് എന്താണ്? ട്രൂ നോർത്ത്, ട്രൂ സൗത്ത് അഥവാ ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത് അഥവാ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് ഒരിക്കലും മാറൂല, കോൺസ്റ്റന്റ്. ഓക്കെ, കോൺസ്റ്റന്റ്. പക്ഷേ മാഗ്നറ്റിക് മെറിഡിയൻ, മാഗ്നറ്റ് കാണിക്കുന്ന ഡയറക്ഷൻ മാറാം. 3 ആണ് ചാൻസ്. ഒന്നുകിൽ എന്ത് സംഭവിക്കും? അത് മാറില്ല. അതെന്ത് സംഭവിക്കും? നമ്മുടെ ട്രൂ നോർത്ത്, ട്രൂ സൗത്ത് അഥവാ ട്രൂ ബിയറിംഗിൽ കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? നോക്കിയേ, ഈ ട്രൂ നോർത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിരിക്കുക, ജസ്റ്റ് ലെഫ്റ്റിലേക്ക് മാറി നിൽക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റിലേക്ക് മാറി നിൽക്കുന്നു. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ? ഏതാ? വെസ്റ്റ് അല്ലേ.
വെസ്റ്റിലേക്ക് മാറിയാണ് എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ നിൽക്കുന്നത്. ട്രൂ മെറിഡിയൻ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്ത് സംഭവിക്കുക? അത് ഈസ്റ്റിൻ്റെ പോർഷനിലേക്ക് ഒരല്പം ചരിഞ്ഞ് നിൽക്കാം. ഈസ്റ്റിൻ്റെ പോർഷനിലേക്ക് ചരിഞ്ഞ് നിൽക്കുക. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെൻ്റെ പ്ലാൻ വ്യൂ ആണ്. ഓക്കെ, ഇതെന്താണ്? എൻ്റെ പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂ. ഓക്കെ, ഭൂമിയിൽ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഒരുപോലെ നിൽക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? മാഗ്നറ്റിക് മെറിഡിയൻ ട്രൂ മെറിഡിയനിൽ നിന്ന് വെസ്റ്റിലേക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ ട്രൂ മെറിഡിയനിൽ നിന്ന് റൈറ്റിലേക്ക് ഈസ്റ്റിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കാം. ഈ ആംഗിൾ കാണണമെങ്കിൽ ഞാൻ ഏത് പോർഷനിൽ നോക്കണം? ഇത് ഞാൻ മുകളിൽ നിന്ന് നോക്കണം. എൻ്റെ ഭൂമിയിലേക്ക് നോക്കണം. അത് ഏതാണ്? അത് ഏത് വ്യൂ ആണ്? പ്ലാൻ വ്യൂ ആണ്. സോ പ്ലാൻ വ്യൂവിൽ എനിക്കിത് താഴേക്ക് നോക്കുമ്പോൾ ഒരു ആംഗിൾ കാണാൻ പറ്റുമെങ്കിൽ ആ ആംഗിൾ ഏത് പ്ലെയിനിലുള്ള ആംഗിൾ ആയിരിക്കണം? താഴേക്കോ മുകളിലേക്കോ നോക്കുമ്പോഴാണ് എനിക്കൊരു പ്ലെയിൻ കാണാൻ പറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ കാണാൻ പറ്റുന്നതെങ്കിൽ അത് എവിടത്തെ ആംഗിൾ ആയിരിക്കണം? അതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ആംഗിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ലൈസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? ഡെക്ലിനേഷൻ. എന്തെന്ന് പറയുന്നു? ഡെക്ലിനേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്. നോക്കിയേ, എനിക്ക് എൻ്റെ ട്രൂ മെറിഡിയൻ ഉണ്ടായിരുന്നു. എൻ്റെ ട്രൂ മെറിഡിയനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഇത് റൈറ്റിലേക്ക് മാറാം. ആ ഒരു മാറ്റത്തിനെ പറയുന്ന, ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? ഡെക്ലിനേഷൻ എന്ന് പറയും നമ്മൾ. ഡിക്ലിനേഷൻ. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ട്രൂ നോർത്ത് എപ്പോഴും ട്രൂ മെറിഡിയൻ നമുക്ക് കോൺസ്റ്റന്റ്. ട്രൂ മെറിഡിയൻ. നോക്കിയേ, എൻ്റെ ലൈൻ ഇവിടെ, എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ എങ്ങോട്ട് മാറി നിൽക്കുന്നു? വെസ്റ്റിലേക്ക് മാറി നിൽക്കുന്നു. എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ എങ്ങോട്ട് മാറി നിൽക്കുന്നു? ഈസ്റ്റിലേക്ക് മാറി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഈ വെസ്റ്റിലേക്ക് മാറി നിൽക്കുന്ന ഈ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് വെസ്റ്റേൺ ഡെക്ലിനേഷൻ എന്ന് പറയും. ഓക്കെ, എൻ്റെ നോർത്ത്, മാഗ്നറ്റിക് നോർത്ത് ട്രൂ നോർത്തിൻ്റെ വെസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അതിനെ പറയുന്ന പേരാണ് വെസ്റ്റേൺ ഡിക്ലിനേഷൻ അഥവാ വെസ്റ്റർലി എന്ന് പറയും. എന്തെന്ന് പറയും? വെസ്റ്റർലി എന്ന് പറയും. ഓക്കെ, വെസ്റ്റർലി എന്ന് പറയും. ഓക്കെ, അതുപോലെ നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് ട്രൂ നോർത്തിൻ്റെ റൈറ്റ്, അതായത് ഈസ്റ്റിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഈസ്റ്റേൺ ഡെക്ലിനേഷൻ. ഇതിനെന്തെന്ന് പറയും? ഈസ്റ്റർലി എന്ന് പറയും. എന്ത് പറയും? ഈസ്റ്റർലി എന്ന് പറയും. ഈസ്റ്റർലി എന്ന് പറയും. ഓക്കെ, എന്താണ് വെസ്റ്റേൺ ഡിക്ലിനേഷൻ, എന്താണ് ഈസ്റ്റേൺ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിന് സൈൻ ഉണ്ട്. ഇത് പോസിറ്റീവാണ്, നെഗറ്റീവാണെന്നൊക്കെ സൈൻ ഉണ്ട്. അത് നമ്മൾ അവിടെ പഠിക്കും. അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് പഠിക്കാം. ഓക്കെ, തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മാഗ്നറ്റിക് മെറിഡിയൻ മാത്രമാണ് മാറുന്നത്. ട്രൂ മെറിഡിയൻ മാറില്ല, ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റിക് മെറിഡിയൻ വെസ്റ്റിലേക്ക് നോക്കി നിന്നാൽ അതിനെ വെസ്റ്റേൺ ഡെക്ലിനേഷൻ എന്ന് പറയും. മാഗ്നറ്റിക് മെറിഡിയൻ ഈസ്റ്റിലേക്ക് നോക്കി നിന്നാൽ അതിനെ എന്തെന്ന് പറയും? ഈസ്റ്റേൺ ഡെക്ലിനേഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഡെക്ലിനേഷനും ഓരോ പോയിന്റിലും ഡിഫറൻ്റ് ആയിരിക്കും. ഭൂമിയുടെ ഓരോ പോയിന്റിലും, നേരത്തെ ഡിപ്പ് പറഞ്ഞതുപോലെ ഭൂമിയുടെ ഓരോ പോയിന്റിലും ഈ ഡിക്ലിനേഷൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരത്തെ പോലെ എനിക്കൊരു പ്ലോട്ടുണ്ട്, ഒരു വലിയൊരു സ്ഥലമുണ്ട്. എല്ലായിടത്തും ഞാൻ എന്ത് ചെയ്യുന്നു? ഡെക്ലിനേഷൻ കണ്ടുപിടിക്കുന്നു. എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് ഡീല് ചെയ്യാം. നോക്കിയാൽ ഞാൻ എല്ലായിടത്തും ഡിക്ലിനേഷൻ കണ്ടുപിടിക്കുന്നു. ഒരുപോലുള്ള ഡിക്ലിനേഷനുകൾ ചേർത്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. നോക്കിയേ, ഒരുപോലുള്ള ഡിക്ലിനേഷനുകൾ ചേർത്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളുണ്ട്. ഈ ഇമാജിനറി ലൈനുകളെ പറയുന്ന പേരാണ് എന്ത്? ഐസോഗോണിക് ലൈൻസ്. എന്താ ഐസോഗോണിക് ലൈൻ? ഇമാജിനറി ലൈൻ joining points of equal
ഡെക്ലിനേഷൻ. ഓക്കെ, ഇമാജിനറി ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡെക്ലിനേഷൻ പറയുന്ന പേരാണെന്ത്? ഐസോഗോണിക് ലൈൻ. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക്? അഗോണിക് ലൈൻസ്. എ മീൻസ് എന്താണ്? ആബ്സെന്റ്. ഓക്കെ, ഡിപ്പില്ല. ഇമാജിനറി ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സീറോ ഡിക്ലിനേഷൻ. നമ്മൾ നേരത്തെ വരച്ച 3 പടത്തിൽ ഫസ്റ്റ് കേസ് അല്ലേ? എന്താ? മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും എന്ത് സംഭവിക്കുന്നു? കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നു. നോ ഡിക്ലിനേഷൻ, നോ ഹൊറിസോണ്ടൽ ആംഗിൾ ഇല്ല ഇതിൻ്റെ ഇടയിൽ. അതിനെ പറയുന്ന പേരാണ് എന്ത്? അഗോണിക് ലൈൻസ്. എന്തെന്ന് പറയുന്നു? അഗോണിക് ലൈൻസ് എന്ന് പറയുന്നു. ഇതാണ് നമുക്ക് എന്തുള്ള ഡിക്ലിനേഷൻ, ഡിപ്പിന്റെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഡിപ്പ്, എന്താണ് ഡിക്ലിനേഷൻ മനസ്സിലായല്ലോ. ഡിപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്. ഓക്കെ, മാഗ്നറ്റിക് മെറിഡിയന് ട്രൂ മെറിഡിയന് മാറി നിൽക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ഡിക്ലിനേഷൻ. അതിന് പറയുന്നവരാണ് ഡിക്ലിനേഷൻ. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു ടോപ്പിക് കൂടെ നോക്കാം. അതെന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വേരിയേഷൻസ് ഇൻ ഡെക്ലിനേഷൻ. ഓക്കെ, ശരി. വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ. ഈ ലൈൻസ് ഉണ്ടല്ലോ, ഈ ഐസോഗോണിക് ലൈനും അഗോണിക് ലൈൻസും, ഇവ ക്ലോസ്ഡ് ലൂപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ 3-4 പോയിന്റ് എടുത്ത് വെച്ച് വരച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ നോട്ട് ബി ക്ലോസ്ഡ് ലൂപ്സ്. ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഓക്കെ, ശരി. ഇനി എന്തൊക്കെ കൊണ്ട് നമുക്ക് ഡിക്ലിനേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കാം? ഓക്കെ, അപ്പോൾ വേരിയേഷൻസ് ഓഫ് ഡിക്ലിനേഷൻ. നോക്കിയേ, എന്താ വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ? നോക്കിയേ, എനിക്ക് ഒരിക്കലും മാറാത്ത ആരുണ്ട്? എൻ്റെ ട്രൂ മെറിഡിയൻ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് മെറിഡിയൻ മാറിക്കൊണ്ടേയിരിക്കും. നോക്കിയേ, ഒരു അറ്റ് എ പർട്ടിക്കുലർ ടൈം എടുക്കുമ്പോൾ ഇതാണ് എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ മീൻ പൊസിഷൻ. ഇതാണ് എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ മീൻ പൊസിഷൻ. ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മീൻ പൊസിഷനിൽ നിന്നും മാഗ്നറ്റിക് മെറിഡിയൻ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്യുക. അതായത് മാഗ്നറ്റിക് മെറിഡിയന്റെ മീൻ പൊസിഷനിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ടാകുന്നു. ഓക്കെ, മാഗ്നറ്റിക് മെറിഡിയന്റെ മീൻ പൊസിഷനിൽ നിന്നും എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് മെറിഡിയന് ഡീവിയേഷൻസ് ഉണ്ടാകുന്നു. അത് ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെയിലി വേരിയേഷൻസ്. ഓക്കെ, രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് ആനുവൽ വേരിയേഷൻസ്. ഓക്കെ, മൂന്നാമത് നമുക്ക് നോക്കാനുള്ളത് സെക്യുലാർ വേരിയേഷൻസ്. നാലാമത് നമുക്ക് നോക്കാനുള്ളത് ഇറഗുലർ വേരിയേഷൻസ്. ഇതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാ നമുക്ക് നോക്കാനുള്ളത്? ഡെയിലി വേരിയേഷൻസ്. ഈ ഡെയിലി വേരിയേഷൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിയൂർണൽ വേരിയേഷൻ. ഓക്കെ, അതെന്താ സംഭവം നോക്കിയേ. ഇതെൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ മീൻ പൊസിഷനാണ്. ഒരു ഡേയുടെ പല സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നു, ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ഒരു ദിവസത്തിൽ തന്നെ മാഗ്നറ്റിക് മെറിഡിയന്റെ മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൺസ്പോട്ട് ഡിസ്റ്റൻസ് ആണ്. സൺസ്പോട്ട് ഡിസ്റ്റൻസ് ആണ്. അതായത് ഭൂമിയുടെ പല സ്ഥലത്ത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം പല ദൂരത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ? നമുക്കറിയാം എന്താണ് 23.5 ഡിഗ്രി. നമ്മുടെ ഭൂമി എന്ന് പറയുന്ന 23.5 ഡിഗ്രി സെൽഷ്യസിൽ ചരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഫിയർ ആണ്. സോ സണ്ണിൽ നിന്ന് വരുന്ന റേസ് പല സ്ഥലത്തും പല രീതിയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇക്വറ്റോറിയൽ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്? ചൂട് കൂടുതലായിട്ടൊക്കെ അനുഭവപ്പെടുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ സണ്ണ് വരുന്ന ലൈറ്റിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇത് മാറുന്നത്. ഓക്കെ, ഇത് മാറാനുള്ള പ്രധാന റീസൺ ഇതാണ്. ഓക്കെ, സണ്ണിൽ നിന്ന് വരുന്ന റേസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സീസൺ. തേർഡ് വൺ എന്ന് പറയുന്നത്
പ്ലേസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇയേഴ്സ്. ഇയേഴ്സ്. ഓക്കെ, എന്താ സംഭവം? എൻ്റെ മീൻ പൊസിഷൻ ഉണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ്റെ മീൻ പൊസിഷൻ ഉണ്ട്. ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോൾ, രാവിലെയാണ് റീഡിങ് എടുക്കുന്നതെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് ഇവിടെ ആയിരിക്കും എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ നിൽക്കുന്നത്. ഓക്കെ, ഉച്ചയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ മാറി നിൽക്കും. ഉച്ചയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ ഞാൻ കുറച്ചുകൂടി മാറിക്കും. വീണ്ടും രാത്രി ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മീൻ പൊസിഷനിലേക്ക് വരും, അത് ഇപ്പുറത്തേക്കും പോവാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ പല ടൈമിൽ, രാവിലെ, ഉച്ചയ്ക്ക്, അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ പല ടൈമിൽ ഇതിൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം വിത്തിൻ 24 അവറിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് മെറിഡിയൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ആംഗിളിൽ വേരി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണെന്ന് ഡെയിലി വേരിയേഷൻ. ഡെയിലി വേരിയേഷൻ. ഓക്കെ, ടൈം വേരിയേഷൻ ഈസ് ഹൈ അറ്റ് ആഫ്റ്റർനൂൺ ടൈമിൽ വേരിയേഷൻ എന്ന് പറയുന്ന മീൻ പൊസിഷനിൽ നിന്നും ഒരുപാട് മാറിയായിരിക്കും എന്ത് നിൽക്കുന്നത്? എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ നിൽക്കുന്നത്. വേരിയേഷൻ ഈസ് ഹൈ അറ്റ് ആഫ്റ്റർനൂൺ വിത്ത് റെസ്പെക്ട് ടു മോർണിംഗ്. ഓക്കെ, രാവിലെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മാറിയായിരിക്കും ഇവിടെ ഉച്ചയ്ക്ക് നിൽക്കുന്ന സീസൺ. ഓക്കെ, സീസണിൽ എന്താ സംഭവം? വേരിയേഷൻ ഈസ് ഹൈ. എവിടെ? ആഫ്റ്റർനൂൺ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ആരുണ്ട്? സമ്മർ. ഓക്കെ, സമ്മർ. വേരിയേഷൻ ഈസ് ഹൈ അറ്റ് സമ്മർ വിത്ത് റെസ്പെക്ട് ടു വിന്റർ. ഓക്കെ, വിന്ററിലുള്ളതിനേക്കാൾ എന്തായിരിക്കും? ഡെയിലി വേരിയേഷൻ കൂടുതലായിരിക്കും. വിന്ററിൽ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോഴുള്ള വേരിയേഷനേക്കാൾ കൂടുതലായിരിക്കും സമ്മറിൽ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ 24 മണിക്കൂറിനകമുള്ള വേരിയേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ്. ഓക്കെ, വേരിയേഷൻ ഈസ് ഹൈ അറ്റ് പോൾസ്. ഓക്കെ, പോളാർ റീജിയനിൽ വേരിയേഷൻ കൂടുതലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഇക്വേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ പോളാർ റീജിയനിൽ വേരിയേഷൻ കൂടുതലായിരിക്കും. അതുപോലെ ഇയർ. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് വേരിയേഷൻ ഡെയിലി വേരിയേഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ഇയേഴ്സ്. നോക്കിയാൽ മൊത്തത്തിൽ അതെന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലോയും ഒബേ ചെയ്യുന്നില്ല. അത് ടൈമിനനുസരിച്ച് മാറാം, സീസൺ അനുസരിച്ച് മാറാം, പ്ലേസിനനുസരിച്ച് മാറാം, ഇയറിനനുസരിച്ച് മാറാം. ഓക്കെ, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. വിത്തിൻ 1 ഇയർ, വിത്തിൻ 1 ഡേ, വിത്തിൻ 1 ഡേ ഓർ വിത്തിൻ 24 അവേഴ്സ് ഉണ്ടാകുന്ന വേരിയേഷനെ പറയുന്ന പേരാണെന്ന് ഡെയിലി വേരിയേഷൻ അഥവാ ഡിയൂറിനൽ വേരിയേഷൻ. ആ വാക്കിനാണ് ഇവിടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഡെയിലി വേരിയേഷൻ എത്ര വരെ സംഭവിക്കാം? ഡെയിലി വേരിയേഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ഓഫ് ആർക്ക് വരെയാണ്. 10 മിനിറ്റ് ഓഫ് ആർക്ക്. അതായത് നോക്കിയേ, എനിക്ക് മീൻ പൊസിഷൻ ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ടായിരുന്നു. ഡെയിലി വേരിയേഷൻ കാരണം അത് എത്ര വരെ പോവാം? നോക്കിയേ, 1 മിനിറ്റ് വരെ നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ വേരി ചെയ്യാം. ഒരു ദിവസത്തിൽ 1 മിനിറ്റ് വരെ അത് മീൻ പൊസിഷനിൽ നിന്ന് മാറാം. അതാണ് ഈ 1 മിനിറ്റ് അല്ല, 10 മിനിറ്റ് വരെ എന്ത് സംഭവിക്കാം? മീൻ പൊസിഷനിൽ നിന്ന് ഇത് മാറാം. ഒരു ദിവസത്തിൽ 10 മിനിറ്റ് വരെ എന്ത് സംഭവിക്കാം? മീൻ പൊസിഷനിൽ നിന്ന് വേരിയേഷൻ സംഭവിക്കുക. ഇതാണ് എന്ത്? ഡെയിലി വേരിയേഷൻ അഥവാ ഡിയൂറിനൽ വേരിയേഷൻ. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഇയർലി വേരിയേഷൻ. ബാക്കിയൊക്കെ നമുക്ക് എന്താ, ഇപ്പൊ വേരിയേഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇതൊക്കെ നമുക്ക് വേഗം നോക്കിപ്പോ. ഇയർലി വേരിയേഷൻ അതെന്തായിരിക്കും? ഓരോ വർഷത്തിനും അല്ലേ വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ വേരിയേഷൻ ഓഫ് ഡിക്ലിനേഷൻ വിത്തിൻ ആൻ ഇയർ. ഒരു വർഷത്തിൽ തന്നെ ഓരോ ടൈമിലും ഉണ്ടാകുന്ന വേരിയേഷൻ. ഓക്കെ, ഡെയിലി പറഞ്ഞതിൻ്റെ അതേ കൺസെപ്റ്റ് ഡേക്ക് പകരം എന്താവുന്നു? ഇവിടെ ഇയർ ആവുന്നു. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 to 2 മിനിറ്റ് ഓഫ് ആർക്ക് ആയിരിക്കും. ഓക്കെ, ഡെയിലി വേരിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 മിനിറ്റ് ഓഫ് ആർക്ക് ആയിരുന്നു. ഓക്കെ, 10 മിനിറ്റ് ഓഫ് ആർക്ക് വരെ അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് മാറാം. ഇയർലി വേരിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 to 2 മിനിറ്റ് ഓഫ് ആർക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? സെക്കുലാർ
വേരിയേഷൻ. സെക്കുലാർ വേരിയേഷൻ. ഓക്കെ, സെക്കുലാർ വേരിയേഷൻ. എന്താണ് സെക്കുലാർ വേരിയേഷൻ? നോക്കി, എൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ ശ്രദ്ധിച്ചിരിക്കണേ. മാഗ്നറ്റിക് മെറിഡിയൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിന് എങ്ങനെയൊക്കെ വേരി സംഭവിക്കാം? ഒരു ദിവസത്തിൽ കുറച്ച് വേരിയേഷൻ സംഭവിക്കാം, ഡെയിലി വേരിയേഷൻ. വർഷത്തിനനുസരിച്ച് വേരി സംഭവിക്കാൻ എന്താ? ഇയർലി വേരിയേഷൻ. അടുത്ത എന്താണ്? സെക്കുലർ വേരിയേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ്ലി ഒരു വർഷത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന്, അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. നോക്കി, ഇത് ഇത്ര വലിയൊരു വേരിയേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നതാണ്. അടുത്ത വർഷം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുന്നു. ഓക്കെ, കുറേ വർഷത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് തിരിച്ചു പോകും. ഓക്കെ, ഇവിടെ വരെ എത്തിക്കഴിഞ്ഞെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഇനി അത് തിരിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. തിരിച്ചു പോകും. കണ്ടോ? തിരിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ? മീൻ പൊസിഷനിലെത്തി, മീൻ പൊസിഷനും കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, കുറേ വർഷം എന്ത് സംഭവിച്ചു? ഒരു വശത്തേക്ക് പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? തിരിച്ച് മീൻ പൊസിഷനിൽ വന്നിട്ട് തിരിച്ചൊരു പൊസിഷനിലേക്ക് പോയി. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഈ ഒരു ടൈപ്പ് വേരിയേഷനെ പറയുന്ന പേരാണെന്ത്? സെക്കുലാർ വേരിയേഷൻ. ഇറ്റ് ഫോളോസ് റോളർ കോസ്റ്റർ പാറ്റേൺ ഓർ സൈൻ പാറ്റേൺ. അത് നമുക്ക് നോക്കാം. അതെന്താ? സൈൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. അതെന്താ? നോക്കിയേ, വേരിയേഷൻ കുറച്ചു കാലം എന്താ? ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു, ഈസ്റ്റിലേക്ക് വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഈസ്റ്റ് ഡയറക്ഷൻ, വെസ്റ്റ് ഡയറക്ഷൻ. ചുമ്മാ ഞാൻ ഗ്രാഫിക്കിൽ ചുമ്മാ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്, അല്ലാതെ ഇത് നമ്മളെ മെറിഡിയനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വെസ്റ്റിലേക്ക്, അല്ലെങ്കിൽ കുറച്ചു കാലം എന്ത് ചെയ്യുന്നത്? ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈസ്റ്റിൽ തീരും, അല്ലെ? ഇനി എന്ത് ചെയ്യും? അത് വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. നോക്കിയാൽ വെസ്റ്റിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ, മീൻ പൊസിഷനിലെത്തും. മീൻ പൊസിഷനിലെത്തിയാൽ നിൽക്കുമോ? ഇല്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആ വേരിയേഷൻ വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും വെസ്റ്റിലോട്ടുള്ള പോക്ക് നിർത്തും. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും ഈസ്റ്റിലേക്ക് പോകും. വീണ്ടും മീൻ പൊസിഷൻ കഴിഞ്ഞ് വീണ്ടും പോകുന്നു, അതിങ്ങനെ തിരിച്ചു പോകുന്നു. ഓക്കെ, ഇങ്ങനെ കയറിയും ഇറങ്ങിയും പോകുന്ന ഈ വേവ് ഏത് വേവാണ്? ഇത് സൈൻ വേവ് ആണല്ലേ? സൈൻ വേവ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ സൈൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് പറയുന്നത്. അല്ലെങ്കിൽ എന്താ? കയറുന്നു ഇറങ്ങുന്നു, കയറി ഇറങ്ങി പോകുന്ന റോളർ കോസ്റ്റർ പാറ്റേൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സെക്കുലർ വേരിയേഷൻ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്, വളരെ വലിയ മാഗ്നിറ്റ്യൂഡ്, വെരി ഹൈ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പീരീഡ്, ഇത് എത്ര കാലം കൊണ്ട് മീൻ പൊസിഷനിൽ തിരിച്ചെത്തും? ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് നിയർലി 250 ഇയേഴ്സ് ആണ്. നിയർലി 250 ഇയേഴ്സ്. ഓക്കെ, ഇതാണെന്ത്? സെക്കുലർ വേരിയേഷൻ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഏതാണ്? ഇറഗുലർ വേരിയേഷൻ. നോക്കിയേ, നമ്മൾ ഇത്രയും നേരം മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് വേരിയേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ മാഗ്നറ്റിസം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് തീർത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഭൂമി ഇതിനെ അട്രാക്ട് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു 100% ഷുവർ ആയിട്ടുള്ള ആൻസർ ഒന്നും നമുക്കില്ല. ഓക്കെ, ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തിയറി എന്താണ്? നമുക്ക് ഭൂമിയിൽ എന്തുണ്ട്? മോൾട്ടൺ മെറ്റൽസ് ഉണ്ടല്ലേ? ഭൂമിയുടെ അകത്ത് എന്തുണ്ട്? മോൾട്ടൺ മെറ്റൽസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ്മെന്റ് എന്തുണ്ടാക്കുന്നുണ്ട്? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ കറണ്ട് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കൂടാതെ വേറെ പലതും ഉണ്ടാവും, പക്ഷെ അതൊന്നും ഇതുവരെ കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഈ വേരിയേഷന്റെ റീസണുകളും, ഇതെല്ലാം മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന റീസണുകളല്ലേ, ഈ വേരിയേഷന്റെ റീസണുകളും 100% നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു റീസൺസ് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്താണ്? അതെല്ലാം ശരിയാണ്, പക്ഷേ സോളിഡ് ആയിട്ട് ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, സോ ഈ ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് ചേഞ്ച് ചെയ്താലും, ഓക്കെ, ഭൂമിയുടെ മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് പ്രതിഭാസം ചേഞ്ച് ചെയ്താലും ഈ എന്ത് സംഭവിക്കും? വേരിയേഷനിൽ മാറ്റമുണ്ടാകും. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എർത്ത് മാഗ്നറ്റിസം. ഓക്കെ,
ഭൂമിയുടെ മാഗ്നറ്റിസത്തിൽ ചേഞ്ച് ഉണ്ടാകുന്ന എന്ത് പ്രതിഭാസം സംഭവിച്ചാലും ഈ വേരിയേഷനിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ള ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എർത്ത് കേക്ക്. ഓക്കെ, എർത്ത് കേക്ക് എന്ന് പറയുന്നത് എന്താ? ഭൂമി ഉരുക്കും അല്ലേ? ഇത് വരുമ്പോഴത്തേക്ക് ആ മോൾട്ടൻ മാഗ്മ അല്ലെങ്കിൽ ആ ഒരു മോൾട്ടൻ മെറ്റലിന് എന്ത് സംഭവിക്കും? ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവും. സോ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റിസം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോം. മാഗ്നറ്റിക് സ്റ്റോം. ഓക്കെ, തുടങ്ങിയിട്ട് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഏത് വേണമെങ്കിലും ആവാം. പിന്നെ സുനാമി. ഓക്കെ, സുനാമി. ഓക്കെ, ഇങ്ങനെ ഭൂമിയുടെ മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലും മാറ്റം ഉണ്ടായാലും വേരിയേഷനിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇതാണ് എന്ത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ്റെ വേരിയേഷനുകൾ. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. ഈ ഡെക്ലിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിനെ മറൈനേഴ്സ് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? വേരിയേഷൻ. ഓക്കെ, നോക്കി കൺഫ്യൂസ് ആവരുത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഡിക്ലിനേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ? വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ. അതേസമയം ഈ ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ മറൈനേഴ്സ് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. മറൈനേഴ്സ് വിളിക്കുന്ന എന്താണ്? മറ്റൊരു പേരാണെന്ത്? വേരിയേഷൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്നുള്ളത് മാഗ്നറ്റിക് ഡിപ്പ് ആൻഡ് ഡിക്ലിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ തിയറി പോർഷനിലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണുള്ള ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡിക്ലിനേഷന്റെ കുറച്ച് പ്രോബ്ലംസും അതുപോലെ തന്നെ കുറച്ച് ടൈപ്പ് ഓഫ് കോമ്പസും കൂടി നമുക്ക് നോക്കാണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിക്ലിനേഷന്റെ കുറച്ച് പ്രോബ്ലംസ് ഡീൽ ചെയ്യാം. ഓക്കെ, അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ARC, the Gate Kochi Hub of Kerala.